ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ കൊണ്ട് എങ്ങനെ നമുക്കൊരു ഉഗ്ര ഇറച്ചി കേക്ക് തയ്യാറാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 2 വലിയ സവാള അരിഞ്ഞതാണ്, 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണിത്. എല്ലില്ലാത്ത പീസ് നോക്കിയെടുത്താൽ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പിലയും ചപ്പുമാണ് നമുക്കിതിലേക്ക് ആവശ്യം. അതുപോലെ തന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മീഡിയം സൈസ് പച്ചമുളക് ഒരെണ്ണം, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളിന് പേസ്റ്റ്. ഇനി നമുക്കൊരു ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ചട്ടി വെക്കാം. ഞാൻ ഇവിടെ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറേശ്ശെ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തീ കൂട്ടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചും കൊടുക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പെട്ടെന്ന് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഉപ്പും ഞാൻ ഇതിലേക്ക് അതിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പച്ചമുളകും ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം അത്യാവശ്യം കുറച്ചൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയ രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റ്, ഗരം മസാലപ്പൊടി, ചപ്പ്, കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മറ്റ് ബാറ്ററുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മാത്രമേ നമുക്ക് ഈ ബാറ്റർ റെഡി ആവാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളി ബാറ്ററും ഇവിടെ മുഴുവൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. പിന്നെ ഇതുപോലെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുള്ള ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. വല്ലാണ്ട് പൊടിയാവാത്ത രീതിയിൽ അടിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, വല്ലാണ്ട് പൊടിയാവരുത്. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. നന്നായി മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 5 കോഴിമുട്ടയും ഉടച്ചൊഴിക്കുകയാണ് വേണ്ടത്. അത് നന്നായിട്ട് ഉടച്ചൊഴിച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല തിക്കായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബാറ്റർ റെഡിയാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിന് മുകളിലൊരു ഇൻഡക്ഷൻ പാത്രമാണ് വെക്കുന്നത്. ഇതൊരു മെറ്റൽ ടൈപ്പ് പാത്രമാണ്. നിങ്ങൾക്ക് കുക്കറോ അല്ലെങ്കിൽ ഈ ഇൻഡക്ഷൻ്റെ പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം. ഇറ്റാലിയൻ പാത്രം ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാ കുറച്ച് ഓയിൽ ഇതിലേക്ക് തടവി കൊടുക്കുകയാണ്. ഏത് ബ്രാൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മൂടി കൊണ്ട് മൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് തീ സിമ്മിലാക്കിയിട്ടാണ് ഇടേണ്ടി, പറ്റ കുറച്ചിട്ടിടുക. നമുക്കൊരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് മൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അടുത്ത് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു പേപ്പർ കൊണ്ട് മൂടി വയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉഷാർ ഇറച്ചി കേക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.